2011 ജപ്പാനെ വിഴുങ്ങിയ ഈ രാക്ഷസ തിരമാല യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് വന്നത്? വെറുമൊരു ഭൂകമ്പത്തിന് എങ്ങനെയാണ് കടലിനെ ഒരു രാജ്യത്തെ ഇല്ലാതാക്കാൻ കഴിവുള്ള ഒരു കൊലയാളിയാക്കി മാറ്റാൻ കഴിയുന്നത്? ഈ തിരമാലയുടെ ജനനം മുതൽ ജപ്പാന്റെ തീരത്ത് അത് പതിക്കുന്നതുവരെയുള്ള ഞെട്ടിക്കുന്ന യാത്ര നമുക്കൊരുമിച്ച് കാണാം. 2011 മാർച്ച് 11 ആ സ്പ്രിംഗ് വിട്ടു. ജപ്പാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പം. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് കടലിന്റെ അടിത്തട്ട് ഏകദേശം 50 മീറ്ററോളം തെന്നിമാറി. കോടിക്കണക്കിന് ടൺ കടൽ വെള്ളം ആകാശത്തേക്ക് ചിതറിത്തെറിച്ചു. ആ നിമിഷം ആ രാക്ഷസൻ ജനിച്ചു. ജനിച്ചയുടൻ അത് കരയിലേക്ക് കുതിച്ചു. പക്ഷേ ആഴക്കടലിൽ അതിന് രൂപമില്ലായിരുന്നു. മണിക്കൂറിൽ 800 കിലോമീറ്റർ വേഗതയിൽ മുകളിലൂടെ പോകുന്ന കപ്പലുകൾ പോലും അറിയാതെ ഒരു നിശബ്ദ കൊലയാളിയെപ്പോലെ അത് ജപ്പാന്റെ തീരം ലക്ഷ്യമാക്കി പാഞ്ഞു. കരയിലെ ജനങ്ങൾ ഭൂകമ്പത്തിന്റെ ഞെട്ടലിൽ നിന്നും മാറുന്നതിനു മുൻപ് കടലിൽ നിന്നും മരണം പാഞ്ഞെടുക്കുകയായിരുന്നു. കരയിൽ സൈറനുകൾ മുഴങ്ങിത്തുടങ്ങി. പക്ഷേ ആർക്കും അറിയില്ലായിരുന്നു എത്ര വലിയ വിപത്താണ് വരുന്നതെന്ന്. മുന്നിൽ കണ്ടതെല്ലാം വിഴുങ്ങി ആ രാക്ഷസൻ ജപ്പാനെ വിറപ്പിച്ചു. ഫുക്കുഷിമ ആണവ നിലയത്തിൽ സംഭവിച്ച ദുരന്തം. സുനാമി തിരകൾ ആണവ നിലയത്തിലേക്ക് ഇടിച്ചുകയറിയതും അതിനെ തുടർന്നുണ്ടായ റേഡിയേഷൻ ചോർച്ചയും ലോകത്തെ ഞെട്ടിച്ച സംഭവമാണ്. ഒരു രാജ്യത്തിന്റെ ഹൃദയത്തിലേക്കാണ് ആ തിരമാല ആഞ്ഞടിച്ചത്. ആ രാക്ഷസൻ ജപ്പാനെ തകർത്തെറിഞ്ഞു. പക്ഷേ ആ ജനതയുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ അതിനായില്ല. പ്രകൃതിയുടെ ഈ ഭീകരരൂപത്തെക്കുറിച്ചും മനുഷ്യന്റെ അതിജീവനത്തെക്കുറിച്ചുമുള്ള ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കാൻ ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത്തരം വലിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് മുന്നിൽ നമ്മൾ മനുഷ്യർ ശരിക്കും തയ്യാറാണോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.